ഐഡിയേഴ്സ് അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട് റെനോവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ വീടിൻ്റെ ഒരു ഹോം ടൂറാണ് ഒന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീട് ചെറിയൊരു വീടായിരുന്നു. ചെറിയ വീടെന്ന് വെച്ചാൽ താഴെ ഒരു 3 റൂമും ഒരു ഡൈനിങ് ഹാളും കിച്ചണും സിറ്റൗട്ടുള്ള ചെറിയൊരു വീടായിരുന്നു കേട്ടോ. പിന്നെ അത് ഒരു സമയം ആയപ്പോൾ വീട് റിനോവേറ്റ് ചെയ്യുന്ന ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ വീട് ഇപ്പൻ്റെ ഒരു ആഗ്രഹത്തിന് ഇപ്പോൾ പറഞ്ഞ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് അത്ര വീടിന് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ആദ്യമൊന്നും നമുക്ക് താമസിക്കാനൊരു വീട് അങ്ങനെ അന്നത്തെ ഒരു ഇതിൽ. പക്ഷെ പിന്നെയാണ് വീട് നന്നാക്കാന്നുള്ളൊരു ഇതിൽ വന്നത്. അപ്പോൾ ഈ ഒരു സിറ്റൗട്ടൊക്കെ ആദ്യം ഇതുപോലെ നീളത്തിലുള്ള സ്റ്റെപ്പൊക്കെ ആയിട്ട് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ നിന്നൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെയാണ്. മാർബിളൊക്കെ കാണാൻ അന്നും വൈറ്റ് മാർബിളായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഉപ്പക്ക് പൊതുവെ വെള്ള മാർബിൾ, വെള്ള ടൈല് അങ്ങനത്തെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പം ഈ ഒരു വിൻഡോ ഒക്കെ മാറ്റി ചെയ്തതാണ് നമ്മൾ. അന്ന് സിംഗിൾ ഡോറായിരുന്നു, ഇപ്പോൾ ഡബിൾ ഡോർ ആക്കിയിട്ടോ. അതുപോലെ ഈ ഒരു ടേബിള് റൗണ്ട് ടേബിളായിരുന്നു കേട്ടോ. എൻ്റെ ഒരു മാമൻ ഹൗസ് വാമിന് കൊണ്ടു കൊടുത്ത ടേബിളായിരുന്നു അത്. അതിപ്പോൾ സ്ക്വയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ഫാബ്രിക്കേഷൻ്റെ ആൾക്കാർ ചെയ്ത് കൊടുത്താണ്. ഇതുപോലെ ഈ മേലെ ഈ കോളം പോലെ ഇട്ട് വെച്ചത്. ഇപ്പൻ്റെ കയ്യിൽ കുറേ കളക്ഷൻസ് ഉണ്ട്. ഈ കറൻസി കോയിൻസ് പല രാജ്യങ്ങളുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടിട്ടുള്ളത്. ഗ്ലാസ് മാറ്റിയിട്ടതാണ് പണി കഴിഞ്ഞിട്ട് വെക്കാവുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഒരു TV സ്റ്റാൻഡും ഉണ്ട് അവിടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഫാബ്രിക്കേഷൻ്റെ ഒരുപാട് പണികൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഷ് ഏരിയ നമുക്ക് വേറെ സ്ഥലത്തായിരുന്നു, അപ്പം ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് കേട്ടോ. ഇവിടെ നമുക്ക് ആദ്യം നമ്മുടെ ബാത്റൂമിന് ഡൈനിങ് ഹാളിലുള്ള ബാത്റൂമിന് ഡോറായിരുന്നു ആദ്യം. പിന്നെ ചെറിയ രീതിയിൽ സീലിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ലിവിങ് റൂമാണ്. ആദ്യം ഇതൊരു ബെഡ്റൂമായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു ഓഫീസ് റൂം ലിവിങ് റൂമാക്കി മാറ്റിയതാണ് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ ഇപ്പോൾ കാണാൻ. അതേപോലെ ഈ ജനലിനൊക്കെ ഈ ഫാബ്രിക്കേഷൻ്റെ വർക്കിൽ ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിമ്പിളായിട്ടൊരു ഷെൽഫും. ആദ്യം അവിടെ നമ്മുടെ ഈ പണ്ടത്തെ വീടുകൾക്കൊക്കെ ഉണ്ടാകുന്ന പോലത്തെ റാക്ക് അടിച്ചിട്ടുള്ള ഇതായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ അവിടെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ താഴെ തന്നെയുള്ളൊരു റൂമാണ് കേട്ടോ ഇത്. അവിടെ പണിക്കാർ ചില സാധനങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കട്ടിൽ മറിച്ചിട്ടുള്ളത്. ആ കട്ടിലും തന്നെ ഇതുപോലെ വലിപ്പം കൂട്ടിയതാണ് കേട്ടോ. ഇതുപോലെ ഇവിടെ ഒരു അലമാര ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. ഈ കട്ടിൽ ചെറിയ കട്ടിലായിരുന്നു, അത് വലുതാക്കി തന്നതാണ് കേട്ടോ നമ്മുടെ പണിക്കാർ വേറെ ആരും എൻ്റെ മാമൻ്റെ മക്കൾ തന്നെയാണ്. അതുപോലെ ഈ ഡൈനിങ് ഹാളിലുള്ള ബാത്റൂം ഈ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു കേട്ടോ. ഉള്ളിൽ നിന്നൊരു വിൻഡോ കൊടുത്ത് അവിടെ അടച്ചിട്ട് അവിടെ വാഷ് ബേസിനും വെച്ച് ഉള്ളിൽ ബാത്റൂമും കൂടെ ആക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല സൗകര്യം കേട്ടോ ആൽമറ. എനിക്ക് തോന്നുന്നത് നമ്മൾ വാങ്ങുന്നതിനേക്കാളും സൗകര്യം നമുക്ക് ചുമരിൽ ചെയ്യുന്നതാണ് ഈ ആൽമറകളൊക്കെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്ഥലവും മുടങ്ങൂലല്ലോ നമുക്ക്. ആ പൈസക്ക് തന്നെ നമുക്കിതുപോലെ ആശാരിമാരെ വിളിച്ച് തന്നെ ഉണ്ടാക്കിക്കാമല്ലോ. ഇപ്പോൾ ഫാബ്രിക്കേഷനിൽ ചെയ്തതാണ് കേട്ടോ. പിന്നെ മരമൊക്കെ ആവുന്ന സമയത്ത് ചെതലിൻ്റെ ഒരു പ്രശ്നം വരാറുണ്ട് ഇപ്പോഴുള്ള മരങ്ങൾക്ക്. പണ്ടുള്ള മരങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പമില്ല, പക്ഷേ ഇപ്പോഴുള്ള മരങ്ങൾക്ക് നമുക്ക് ഇത് വരാറുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചണ്. ഞങ്ങളൊക്കെ ആദ്യ സമയത്ത് ഈ ഒരു കിച്ചൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഡൈനിങ് ഹാളിലുള്ള വാഷ് ബേസിന് ഇങ്ങോട്ടേക്ക് വെച്ചതാണ് കേട്ടോ. ഈ കിച്ചൻ്റെ ഇങ്ങോട്ടേക്ക് ഫുഡ് കഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ വെച്ചതാണ്. ഡൈനിങ് ഹാളിലൊന്നും ഇവിടെ ഒന്നും ആയപ്പോൾ. അപ്പോൾ ഇത് ഇരുമ്പിലുണ്ടാക്കിയൊരു ടേബിളാണ് കേട്ടോ. പിന്നെ നമ്മൾ പഴയ നമ്മുടെ അടുപ്പ് ഇവിടെ ആയിരുന്നു. ആ അടുപ്പിൻ്റെ ഒരു റാക്ക് മാത്രം കട്ട് ചെയ്ത് അവിടെ നിർത്തിയിട്ട് ബാക്കി മേലൊക്കെ മുട്ടിക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇസ്തിരി ഇടാനൊക്കെ ഉള്ള സ്ഥലമായിട്ട് ഉപയോഗിക്കാം, വേണമെങ്കിൽ ഡോറും വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഇതേപോലെ ഒരു നീളത്തിൽ ചെറിയൊരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഗ്ലാസ്, നമ്മുടെ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്, കപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കണക്കായിട്ടാണ് കേട്ടോ അതങ്ങനെ നീളത്തിലാക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു റാക്ക്. ഈ റാക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഓൾറെഡി ഈ റാക്ക് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയയിൽ ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതാണ് നമ്മുടെ അടുപ്പ് കേട്ടോ. പിന്നെ എനിക്കിപ്പം തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ അടുപ്പ് ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അടുപ്പ് കത്തിക്കാതെ വല്ലാണ്ട് കുറേ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വീടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കി പെയിൻ്റ് അടിക്കും, പക്ഷേ അതുപോലെ തന്നെ നാശമാവും കേട്ടോ. അതുപോലെ ഈ ഒരു റാക്കും കാര്യങ്ങളൊക്കെ ഇത് ഉമ്മൻ്റെ ഐഡിയയും കുറേ ഉപ്പൻ്റെ ഐഡിയയും കുറച്ച് എൻജിനീയർ ഐഡിയ അങ്ങനെയാണ് കേട്ടോ. ഈ അടുക്കളത്തെ കുറേയൊക്കെ ഉമ്മയാണ് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വപ്നം തന്നെയല്ലേ. നമ്മൾ പാർത്ത സമയത്ത് കുറേ പണികളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേർത്ത് ഇങ്ങനെ ആക്കിയെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഒരു സാമ്പത്തിക സ്ഥിതി നന്നായ സമയത്ത് വീടൊന്ന് മാറ്റിയെടുത്തതാണ് കേട്ടോ.
അതേപോലെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. നമ്മുടെ പഴയൊരു ആൽമറാണ്, അത് ഒഴിവാക്കിയിട്ടുള്ളത്, അവിടെ തന്നെ വെച്ചു. ഇനി അപ്സ്റ്റെയറിലേക്ക് പോവാണ്. അപ്സ്റ്റെയറിൽ നമ്മളെ വീഡിയോ ഒന്നും റൂമിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല, കാരണം അവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം കയറി പോകുന്ന ഈ ഒരു ലാൻഡിങ്ങിൽ ഇതേപോലെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളിലേക്ക് നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ കോണിപ്പടികൾ ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ ബ്ലാക്കും വൈറ്റും അങ്ങനെ കൊടുത്തേക്കാണ്. പിന്നെ നമ്മുടെ മേലത്തെ ടൈൽ ഈ ഒരു വൈറ്റാണ് കേട്ടോ. ഇവിടെ എല്ലാ സാധനങ്ങളും വൈറ്റാണ് കേട്ടോ ഉണ്ടാവുക. ഏറെക്കുറെ എന്ത് സാധനം ഇപ്പോൾ വാങ്ങുന്നുണ്ട് അതൊക്കെ വൈറ്റിലാണ് എടുക്കുക. പിന്നെ BLDCയുടെ ഫാനാണുള്ളത്. നമുക്ക് കറണ്ട് ബില്ല് കുറയുന്നതാണല്ലോ BLDC ഫാനുകൾ എന്ന് പറയുന്നത്, അങ്ങനെ പറയലേ. അപ്പോൾ അതേപോലെ ഡൈനിങ് ഹാളിൽ ഇതേപോലെ ഷെൽഫ് അനിയൻക്ക് കിട്ടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മേലെ ഇതേപോലെ വിശാലമായ സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ അവിടെ ഇരിക്കാൻ. മേലെയും ഗ്ലാസ്സാണ്, താഴെ അതിൻ്റെ ഹാൻഡ് റെയിലും ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇവിടെ എനിക്ക് തോന്നിയിട്ട് ഈ ഒരു ഗ്ലാസ് ആക്കിയത് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ. വെളിച്ചൊക്കെ പക്ഷേ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ നല്ല പ്രയാസമായിരിക്കും അത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയതായിട്ട് വീടൊക്കെ എടുക്കുന്നവർക്ക് വേണമെങ്കിലും ഉപകാരപ്പെട്ടേക്കാം നമ്മുടെ വീഡിയോ. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല വ്യൂ ആണ് കേട്ടോ. മേലെ ഇരുന്ന് പുറത്തേക്ക് നോക്കിയിരിക്കാനൊക്കെ, രാത്രിയിലൊക്കെ മേലെ ഇരിക്കാൻ ഭയങ്കര വ്യൂ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ചുറ്റുഭാഗം ഒരുപാട് മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സപ്പോട്ട, മാവ്, പ്ലാവ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. മാഷാ അല്ലാഹ്. നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു പള്ളിയാണുള്ളത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.